ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് 3 ബേസിക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. 3 ബേസിക് സ്കിൽ. ഒന്ന് ക്ലോസിംഗ് സ്കിൽ. ക്ലോസിംഗ് സ്കിൽ. ക്ലോസിംഗ് എന്തിനാ? നമ്മുടെ സെയിൽ ക്ലോസ് ചെയ്യാൻ, പ്രോഫിറ്റബിൾ കസ്റ്റമറെ കിട്ടാൻ. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പോലെ ഒരു സെയിൽസുകാരന് നമ്മുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ പറ്റില്ല. സോ ക്ലോസിംഗ് സ്കില്ല് വേണം നമുക്ക്. അത് ആദ്യം 1 to 1 ആണെങ്കിൽ പിന്നെ 1 to many പ്ലാറ്റ്ഫോം ക്ലോസിംഗ്. നിങ്ങൾ ചെയ്യുന്നേ, നിങ്ങൾ എല്ലാ വർഷവും നമുക്കൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ നടത്തരുതോ? നമ്മുടെ ക്ലിനിക്കിൻ്റെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ, അന്നൊരു ഹോട്ടലിലേക്ക് എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തുന്നു. അന്ന് അവിടെ ഒരു ഓഫർ അങ്ങ് കൊടുക്കുന്നു. ഒരു കൊല്ലത്തേക്ക് പിന്നെ നിങ്ങൾക്കിനി വേറെ പേഷ്യൻ്റ് വേണ്ടെന്നേ. നിങ്ങൾ തന്നെ ഒരു ഹോട്ടൽ റൂമിൽ ഇതുകൊണ്ടൊരു ഹാൾ എടുത്തിട്ട് ഒരു എക്സിബിഷൻ, നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ എക്സിബിഷൻ, അവിടെ വെച്ച് ഓർഡർ ടേക്കിംഗ് എന്താ ചെയ്തൂടെ? ഒറ്റ ദിവസത്തെ പരിപാടി, അവിടേക്ക് എല്ലാ ക്ലയൻസിനെയും വിളിക്കുന്നു. അവിടെ സ്പെഷ്യൽ ഓഫർ കൊടുത്ത് ഇതുകൊണ്ട് ഇറസിസ്റ്റിബിൾ ഓഫർ സെറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ക്ലോസിങ്. ആ കൊല്ലം പിന്നെ നിങ്ങൾക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. അത്രയും സെയിൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. ഇതൊക്കെയാണ് പ്ലാറ്റ്ഫോം ക്ലോസിങ്. നമ്മുടെ പ്രോസ്പെക്ട്സിനെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ, എന്തിനാണ് മറ്റൊരുത്തൻ്റെ എക്സിബിഷനിൽ പോയി നമ്മൾ പങ്കുചേരുന്നത്? വേണ്ട, നമുക്ക് എക്സിബിഷൻ ഹോസ്റ്റ് ചെയ്യരുതോ? വൈകുന്നേരം ആകുമ്പോൾ എത്ര രൂപയുടെ സെയിൽ നടക്കുമെന്ന് അറിഞ്ഞു. ഓരോ നിങ്ങൾ പല ജില്ലയിൽ നിങ്ങളുടെ സപ്ലൈസ് ഉണ്ടെങ്കിൽ, റീറ്റെയിലേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ജില്ലയിലും പോയി മീറ്റപ്പ് നടത്തണം, കസ്റ്റമർ മീറ്റപ്പ്. വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ 5 പ്രോഗ്രാം ഞാൻ കിങ്സ് ക്ലബിന് വേണ്ടി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നടത്തും. എന്തിനാ? അവരെ റീറ്റെയിൻ ചെയ്യാൻ, അവരെ നിലനിർത്താൻ. 5 പ്രോഗ്രാം ഫ്രീ നടത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാ? വിൽക്കുന്ന പ്രൊഡക്റ്റിൽ ലാഭമുള്ളതുകൊണ്ട്. ഇത്രയും ടേൺ ഓവറുള്ള, ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഞാൻ റൺ ചെയ്യുന്നു. ആകെ 4 സെയിൽസുകാരെ എനിക്കുള്ളൂ. മൊത്തത്തിൽ 10 സ്റ്റാഫേ ഉള്ളന്നേ. 10 സ്റ്റാഫ്. ഈ കഴിഞ്ഞ ജനുവരി 1 ആദ്യമായിട്ട് ഞാനൊരു ഓഫീസ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നത്, അതായത് റെന്റിനെടുക്കുന്നത്. അതുവരെ മറ്റൊരാളുടെ ഓഫീസ് സ്പേസ് ഷെയർ ചെയ്യുമായിരുന്നു. ഈ വർഷമാണ് ആദ്യമായിട്ട്. 10-ൽ താഴെ എംപ്ലോയീസേ ഉള്ളെന്ന് എനിക്ക്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? I am the number 1 closer in my company. So number 1 skill, closing skill. Number 2 skill, copywriting skill. Copywriting. Copywriting എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ എഴുതുന്ന വാക്കുകൾ. കോപ്പിറൈറ്റിംഗ് ഒരു ബിസിനസ്സുകാരന് വേണ്ട രണ്ടാമത്തെ സ്കിൽ. ഇതെന്തുകൊണ്ടുവരും? മാർക്കറ്റിംഗ്, ഡിമാൻഡ്, ഇതിൽ നിന്ന് കൺവേർഷൻ, സെയിൽസ്. മൂന്നാമത്തെ സ്കിൽ ഫോർ എ ബിസിനസ് ഓണർ, അതാണ് കോച്ചിങ് സ്കിൽ. കോച്ചിങ് സ്കിൽ എന്താണ്? കോച്ചിങ് സ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ടീമിനെ കൊണ്ട് ഇനി നമുക്ക് ചെയ്യിപ്പിക്കണം, അതിന് അവരെ പഠിപ്പിക്കണം. അതാണ് കോച്ചിങ് സ്കിൽ. സോ കോപ്പി റൈറ്റിംഗ് സ്കിൽ, ക്ലോസിംഗ് സ്കിൽ ആൻഡ് കോച്ചിങ് സ്കിൽ. ഈ 3 സ്കില്ലാണ് ഒരു ബിസിനസ്സുകാരൻ ബേസിക്കലി ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ കോപ്പി റൈറ്റിംഗ് സ്കില്ലിൽ കൂടിയാണ് യു ക്യാൻ ഡ്രൈവ് അപ്പ് ഡിമാൻഡ്. ഞാൻ എഴുതി വെക്കുന്ന വാക്കുകളിൽ കൂടിയാണ് എനിക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ, ഒരു ഫോട്ടോ ഇടുമ്പോൾ, നിങ്ങൾ കേവലം ആ ഫോട്ടോ മാത്രമായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഞാൻ അതിൻ്റെ ഒപ്പം ഒരു റൈറ്റപ്പും കൂടെ എഴുതും. അതിൻ്റെ പവർ ഉണ്ടല്ലോ. ആ ഫോട്ടോ മാത്രം ഇട്ടാൽ കിട്ടില്ല, ആ വാക്കുകളാണ് പവർ. ഡിമാൻഡ്. കോപ്പി റൈറ്റിംഗ് സ്കിൽ. കോപ്പി റൈറ്റിംഗ് സ്കില്ലാണ് നിങ്ങളുടെ ബ്രോഷർ. കോപ്പി റൈറ്റിംഗ് സ്കില്ലാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്സ്. അതിൻ്റെ പേരാണ് കോപ്പി റൈറ്റിംഗ്. പ്രീമിയം സെല്ലിംഗ് സീക്രട്സ്. ഈ പേര് കേട്ടിട്ടല്ലേ നിങ്ങൾ വന്നേ? ഈ പേര് നിങ്ങളിൽ എത്ര പേരെ അട്രാക്ട് ചെയ്തു? പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്. ഇറ്റ്സ് കോപ്പി റൈറ്റിംഗ് സ്കിൽ. ദ കിങ് മേക്കർ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ അത്? കോപ്പി റൈറ്റിംഗ് സ്കിൽ. വേറെ ഒരൊറ്റ ട്രെയിനർ അവരുടെ പേരിനൊപ്പം ഒരു വാലും ആഡ് ചെയ്തിട്ടില്ലെന്നേ. ഞാൻ എന്താ അവിടെ പറയുന്നത്? ഐ ആം കിങ് മേക്കർ. അപ്പൊ ആരാ കിങ്? യു ആർ ദ കിങ്. നിങ്ങളാണ് രാജാക്കന്മാർ. മൂന്നാമത്തതാണ് കോച്ചിങ് സ്കിൽ. നിങ്ങളെ ഞാൻ കിങ്സ് ക്ലബിൽ ഒരു ട്രെയിനറാക്കി മാറ്റും. പുറത്തു പോയി പഠിപ്പിക്കാനല്ല, നിങ്ങളുടെ സ്ഥാപനത്തിലെ നമ്പർ 1 ട്രെയിനർ നിങ്ങളാണ്. നിങ്ങൾക്കേ അറിയൂ അവിടുത്തെ നൈസ്, നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ, എക്സ്പെക്ടേഷൻ.
നിങ്ങളുടെ ലാൻഡിംഗ് പേജ്, നിങ്ങളുടെ ബ്രോഷർ, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ്, നിങ്ങളുടെ ഫ്ലെക്സ്, നിങ്ങളുടെ പോസ്റ്റേഴ്സ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടേതായിരിക്കണം. ഇപ്പം ആരാ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്? അവൻ എവിടുന്നോ കോപ്പി അടിച്ചിട്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ പോലും ഇന്ന് വരെ വായിച്ചിട്ടില്ല. ആ വെബ്സൈറ്റിൽ എന്തോ എഴുതിയിട്ടേക്കുന്നത്. ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരണം വാക്കുകൾ. അതാണ് കോപ്പി റൈറ്റിംഗ് സ്കിൽ. ദെൻ ക്ലോസിംഗ് സ്കിൽ ആൻഡ് കോച്ചിങ് സ്കിൽ. സോ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് പ്രോപ്പർ വേർഡ്സ്. സോ ഈസിയസ്റ്റ് മെത്തേഡ് ടു ഡ്രൈവ് അപ്പ് ഡിമാൻഡ് ഈസ് ടു ബിക്കം എ മൈക്രോ സെലിബ്രിറ്റി ഇൻ യുവർ നിഷ്. നിങ്ങളുടെ നിഷ് മാർക്കറ്റിൽ ഒരു മൈക്രോ സെലിബ്രിറ്റിയായി മാറുക.